കേരളം അഭിമാനത്തോടെ ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടിയ ഒന്നാണ് നമ്മുടെ ആരോഗ്യരംഗം. എന്നാൽ ഇന്ന് ആ മേഖല അതീവ അപകടകരമായ ഒരു വഴിത്തിരിവിലാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം കേരളത്തിലെ 3 പ്രമുഖ ആശുപത്രി ശൃംഖലകൾ വിദേശ കമ്പനികൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന് കോടിയുടെ വിദേശ നിക്ഷേപം വരുമ്പോൾ നാം സന്തോഷിക്കണമോ അതോ ഭയപ്പെടണമോ? സേവനമെന്ന നിലയിൽ നിന്നും ചികിത്സ ഒരു കച്ചവടമായി മാറുന്ന അമേരിക്കൻ മോഡൽ ചൂഷണത്തിലേക്കാണോ നമ്മൾ പോകുന്നത്? പരിശോധിക്കാം വിശദമായി കേരളത്തിലെ ആരോഗ്യരംഗം വിൽപ്പനയ്ക്കോ. 1960-കളിൽ അമേരിക്കയിൽ സംഭവിച്ചതിന്റെ തനി ആവർത്തനമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. പണ്ട് അമേരിക്കയിലും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ആരോഗ്യരംഗം 40% സർക്കാർ സംവിധാനങ്ങളിലും 60% സ്വകാര്യ മേഖലയിലുമായിരുന്നു. സ്വകാര്യ മേഖലയിൽ തന്നെ ചെറുകിട ക്ലിനിക്കുകളും നഴ്സിംഗ് ഹോമുകളും അവിടെയും ഉണ്ടായിരുന്നു. എന്നാൽ ക്വാളിറ്റി അഷ്വറൻസ് എന്ന പേരിൽ നിർബന്ധമാക്കപ്പെട്ട ചില നിയന്ത്രണങ്ങൾ വന്നതോടെ ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടു. ചെറുകിടക്കാർക്ക് നടപ്പാക്കാൻ പറ്റാത്ത പരിഷ്കാരങ്ങളായിരുന്നു അതിൽ ഭൂരിഭാഗവും. ക്രമേണ ആശുപത്രികളെല്ലാം മാനേജ്മെന്റ് ഹെൽത്ത് കെയർ കമ്പനികളുടെ കയ്യിലേക്ക് മാറുകയായിരുന്നു. പരിചയസമ്പന്നരായ ഡോക്ടർമാരായിരുന്നു അതുവരെ സൂപ്രണ്ടായി അമേരിക്കയിലെ ആശുപത്രികൾ നിയന്ത്രിച്ചിരുന്നത്. ഇതുമാറി ഫിനാൻഷ്യൽ വിദഗ്ധന്മാരുടെ നിയന്ത്രണത്തിലേക്ക് ആശുപത്രികൾ പയ്യെ എത്തി. ആശുപത്രികൾ സേവന കേന്ദ്രങ്ങൾ എന്ന നിലയിൽ നിന്ന് മാറി ലാഭമുണ്ടാക്കാനുള്ള ബിസിനസ് കേന്ദ്രങ്ങളായി പരിവർത്തിക്കപ്പെട്ടു. ബലമോ ചികിത്സാ ചെലവ് കുതിച്ചുയർന്നു. ഇതിനുള്ള പോംവഴിയും കമ്പനികൾ തന്നെ നിർദ്ദേശിച്ചു. ഹെൽത്ത് ഇൻഷുറൻസ് എന്നായിരുന്നു ആ പോംവഴി. പിന്നീടാണ് യഥാർത്ഥ ചൂഷണം തുടങ്ങുന്നത്. ഓരോ വർഷവും ആശുപത്രികളുടെ ബില്ല് കൂട്ടും. ഇത് ചൂണ്ടിക്കാട്ടി അടുത്ത വർഷം ഇൻഷുറൻസ് പ്രീമിയം അവർ കൂട്ടും. ഇങ്ങനെ കൂട്ടിക്കൂട്ടി ഇപ്പോൾ സാധാരണക്കാർക്ക് ഇൻഷുറൻസും അതുകൊണ്ട് തന്നെ ചികിത്സയും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് അമേരിക്ക ഇന്നുള്ളത്. ഇന്ന് ഒരു സാധാരണ അമേരിക്കൻ കുടുംബത്തിന് ഇൻഷുറൻസിനായി മാത്രം വരിക 67 ലക്ഷം രൂപയാണ്. അമേരിക്കൻ ജനതയുടെ 25% ഇന്ന് ഇൻഷുറൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ 25% ജനങ്ങൾക്കും ഇന്ന് അവിടെ ചികിത്സയുമില്ല. ഇനി കേരളത്തിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ നടപ്പാക്കുന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ലക്ഷ്യം സ്വകാര്യ ആശുപത്രികളെ നിയന്ത്രിക്കുക എന്നതാണെങ്കിലും ഈ മൂക്കുകയർ ചെറുകിട മീഡിയം ആശുപത്രികളെ മാത്രമേ ബാധിക്കുന്നതാണ് സത്യം. ബില്ലിലെ ഒരു നിബന്ധന പ്രകാരം എമർജൻസി കേസുകൾ എല്ലാ ആശുപത്രികളും നോക്കണമെന്നാണ്. നോക്കിയാൽ മാത്രം പോരാ കേട്ടോ, രോഗിയെ സ്റ്റെബിലൈസ് ചെയ്യണം. പ്രാഥമിക ശുശ്രൂഷ മാത്രം കൊടുത്താൽ പോരാ. ബൈക്കിൽ നിന്നും വീണ് തലയ്ക്ക് പരിക്ക് പറ്റിയ ഒരാളെ കൊണ്ടുവന്നു എന്ന് കരുതുക. തലയ്ക്ക് പരിക്ക് പറ്റി അബോധാവസ്ഥയിലുള്ള ഒരാളെ സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ വെന്റിലേറ്റർ വേണം. കേരളത്തിലെ എത്ര ചെറുകിട ആശുപത്രികൾ ഈ സൗകര്യമുണ്ട്? വെന്റിലേറ്റർ ഉണ്ടായാൽ മാത്രം പോരല്ലോ, അത് പ്രവർത്തിക്കാൻ അറിയുന്ന സ്റ്റാഫും ഡോക്ടർമാരും ഒക്കെ വേണമല്ലോ. ഇത്തരം രോഗികളെ അടുത്തുള്ള റഫറൽ ആശുപത്രികളിലേക്ക് എത്തിക്കുകയും വേണം. അതിന് വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് വേണം. ഒരു സാധാരണ ഗ്രാമീണ ആശുപത്രിയിൽ വെന്റിലേറ്ററും അത് പ്രവർത്തിക്കാൻ വിദഗ്ധരായ ജീവനക്കാരും എങ്ങനെയാണ് ഉണ്ടാവുക? സ്വാഭാവികമായും അത് പൂട്ടിപ്പോവുക എന്ന ഓപ്ഷനിലേക്ക് അത് മടങ്ങേണ്ടി വരും. കേരളത്തിലെ ചികിത്സാ ചെലവ് പിടിച്ചു നിർത്തുന്നതിൽ നമ്മുടെ അയൽപ്പക്കങ്ങളിലെ ഈ ചെറുകിട ആശുപത്രികളുടെ പങ്ക് വളരെ വലുതാണ്. ഉദാഹരണത്തിന് ഒരു സാധാരണ പ്രസവത്തിന് ചെറുകിട ആശുപത്രിയിൽ 25,000 രൂപയാകുമ്പോൾ കോർപ്പറേറ്റ് ആശുപത്രിയിൽ അത് 1.5 ലക്ഷമാണ്. ഈ അയൽപ്പക്ക ആശുപത്രികൾ ഇല്ലാതാകുന്നതോടെ സാധാരണക്കാരൻ ബ്ലാക്ക് സ്റ്റോണും KKR-ഉം തുടങ്ങിയ ആഗോള ഭീമന്മാരുടെ മുന്നിലേക്ക് അടിയറവ് വെക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തുകയാണ്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടുന്നത് ഇൻഷുറൻസ് മേഖലയിലെ 100% വിദേശ നിക്ഷേപമാണ്. ഒരു ചോദ്യമുണ്ട് നിങ്ങളോട് ഇതിനിടയിൽ. നമ്മുടെ നികുതി പണം കൊണ്ട് നടത്തുന്ന സർക്കാർ ആശുപത്രികളിൽ ചികിത്സ കിട്ടാൻ എന്തിനാണ് ഇൻഷുറൻസ് കാർഡ്? ഇൻഷുറൻസ് ഇല്ലാതെ ചികിത്സയില്ല എന്ന ഒരു തോന്നൽ ജനങ്ങളിൽ ബോധപൂർവ്വം സൃഷ്ടിക്കാനുള്ള ഒരു മുന്നൊരുക്കമായി വേണം നാം ഇതിനെ കാണേണ്ടത്. 30 വർഷം മുമ്പ് നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് എന്ന സംവിധാനത്തെ പറ്റി കേട്ടിരുന്നോ? എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വളരുന്ന സർവീസ് മേഖല ആരോഗ്യ ഇൻഷുറൻസിൻ്റെതാണ്. 2008 സർക്കാർ തന്നെ RSBY പ്രോഗ്രാം കൊണ്ടുവന്നു. വളരെ ചുരുങ്ങിയ പ്രീമിയം, പാവപ്പെട്ടവരെല്ലാം സന്തോഷപൂർവ്വം അതെടുത്തു. അതുപോലെ തന്നെയാണ് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഇതിലൂടെയൊക്കെ ആരോഗ്യ പരിരക്ഷ എന്നത് ഇൻഷുറൻസ് ഇല്ലാതെ നടക്കില്ല എന്ന് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭരണകൂടങ്ങൾ എല്ലാം തന്നെ. ആശുപത്രികൾക്കൊപ്പം ഹെൽത്ത് ഇൻഷുറൻസ് കൂടി ആഗോള ഭീമന്മാരുടെ കയ്യിലെത്തിയാലുള്ള അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയിലെ സാധാരണക്കാർ ആശുപത്രികളുടെയും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെയും ഇടയിൽപ്പെട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് 40% ദരിദ്രരുള്ള ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം നമ്മുടെ ആലോചനകൾക്കും അപ്പുറമാണെന്ന് പറയേണ്ടതില്ലല്ലോ.